ഹലോ ആൾ എല്ലാവർക്കും സുസ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. നമ്മുടെ ഫ്രഷേഴ്സ് കാത്തിരുന്ന് ഞങ്ങളങ്ങനെ ഫ്രഷേഴ്സ് ഡേ ഓർഗനൈസ് ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മുടെ ജൂനിയേഴ്സ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഫെയർവെല്ലിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് പെട്ടെന്ന് ആ സമയം പോകുന്ന ടൈം ഫ്ലൈസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞതിന് കാരണം ഇതാണ്. കാരണം സീനിയേഴ്സ് പോയി കുറച്ച് ദിവസം ഫെയർവെൽ നടത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കത് ഫ്രഷേഴ്സ് എത്തി. എനിക്കിപ്പോഴും ഞങ്ങൾക്ക് ഫ്രഷേഴ്സ് കിട്ടിയതാണ് ഇപ്പോഴും മൈൻഡിൽ സ്റ്റക്കായിട്ടിരിക്കുന്നത്. അത് ഇന്നലെ കഴിഞ്ഞതുപോലെ ഉണ്ട്. എന്തായാലും ഞാൻ ഇനി അതിനെപ്പറ്റി കൂടുതൽ വിശദമായൊന്നും പറയുന്നില്ല. കാരണം കോളേജ് ലൈഫിനെയൊക്കെ പറ്റി ഞാൻ ആ വീഡിയോയിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. ഫ്രഷേഴ്സിൻ്റെ ഹോസ്റ്റ് അല്ലെങ്കിൽ ആങ്കറിങ് എന്ന് പറയുന്നത് പാർവതിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാർവതി നല്ല ഭംഗിയായിട്ട് വളരെ പ്ലസൻ്റായിട്ട് പോസിറ്റീവായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫംഗ്ഷൻ ഇനോഗ്രലി വെൽക്കം ചെയ്തത് നമ്മുടെ HOD സാർ ബ്രൈറ്റ് സാറാണ്. അത് കഴിഞ്ഞിട്ട് മാത്യു സാർ, അതായത് ജൂനിയേഴ്സിൻ്റെ ക്ലാസ്സിൻ്റെ മാത്യു സാറും ജൂനിയേഴ്സിന് വേണ്ടിയിട്ടുള്ള വിഷസും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് അധികം ഫാക്കൽറ്റീസും ശ്രീജ മിസ്സും അങ്ങനെ വരുന്ന ടീച്ചേഴ്സ് നമ്മളിങ്ങനെ അങ്ങനെ അവർക്ക് വിഷസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. Graduate will be very high. So you are going for like English ne പറഞ്ഞു നിർത്തുകൊണ്ട് ഞാൻ മലയാളത്തിൽ എല്ലാവരോടും അങ്ങനെ ഗ്രൂപ്പ്സ് ഒന്നും ഇല്ലായിരുന്നു. എല്ലാവരോടും കമ്പനിയായി ഒരേപോലെ ബുദ്ധിമാനം പറഞ്ഞ 54 പേരുടെ ക്ലാസ്സിൽ നിന്നാണ് 10 പേരിലോട്ട് വന്നത്. അപ്പം അതിൻ്റെ ഒരു സൈഡ് കാരണം ഞാൻ +2 വരെ ഒരു ഗവൺമെന്റ് അറ്റ്മോസ്ഫിയറിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ചെറിയ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പോൾ പിന്നെ ഹോസ്റ്റലിൽ ആ ഒരു സബ്ജക്ട് നോളജ് നമുക്ക് കാണും. പക്ഷെ എങ്കിൽ കൂടി ടീച്ചേഴ്സ് ക്ലാസ്സിൽ വന്ന് മൈനറായിട്ടാണ് ഫിക്സ് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഇവിടെ വന്നിട്ട് അവർ എന്റെ പേര് ഡോണിയ. ഞാൻ കൊല്ലത്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, എനിക്ക് കിട്ടുമോ? പക്ഷേ ഓപ്പണൊക്കെ വന്നിട്ട് എനിക്ക് 10 പേരെ ഗ്രൂപ്പിൽ എന്റെ പേര് ഹരി. എക്സ്പീരിയൻസ് മാത്രം കേട്ടുകൊണ്ടിരുന്നാൽ പോരല്ലോ. നമുക്ക് ഒരുപാട് ഗെയിംസും എൻ്റർടൈനിങ് ആയിട്ട് ഒരുപാട് ഗെയിംസും കൾച്ചറൽ ആക്ടിവിറ്റീസും ജൂനിയേഴ്സിൻ്റെയും നമ്മുടെ സെക്കൻഡ് ഇയേഴ്സിൻ്റെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാസ് ദ ആക്ഷൻ ഗെയിമാണ് സ്റ്റാർട്ട് ചെയ്തത്. അതെന്ന് പറയുന്നത് ചിരിച്ച് അടപ്പല്ല് വരെ തെറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അമ്മ അതിൽ നല്ല കോമഡി, ഇറ്റ് വാസ് വെരി ഫണി, നല്ല രസമുണ്ടായിരുന്നു. ഇവരുടെ നിന്ന് ഓരോ ഗെയിംസിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് നമ്മുടെ സീനിയേഴ്സ്, അതായത് നമ്മുടെ ഫെയർവെല്ലിൽ കൊടുത്ത് വിട്ട സീനിയേഴ്സ് നമുക്ക് എങ്ങനെയാണ് ഫ്രഷേഴ്സ് നമ്മൾ വന്നപ്പോൾ വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരിക. ആ അത് ജസ്റ്റ് ഇന്നലെ കഴിഞ്ഞ പോലെയാണ് തോന്നുന്നത്. നമ്മൾ ഒരു വർഷം കഴിഞ്ഞു എന്ന് നമുക്ക് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഇവർക്ക് ഫ്രഷേഴ്സ് കൊടുത്ത് വിടുന്നു, കുറച്ചുകൂടി നമുക്ക് 2-3 ദിവസം കഴിഞ്ഞ 2-3 മാസം കഴിഞ്ഞ പോലെ തോന്നും. അപ്പോഴത്തേക്കും അവർ നമുക്ക് ഫെയർവെല്ലിൽ നിന്ന് നമ്മൾ ടാറ്റ ബൈ ബൈ ഒഫീഷ്യലി പറഞ്ഞു പോകുന്നു. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ഒരു കുഞ്ഞി സോളോ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. എത്ര നല്ലതെന്നല്ല, എന്തായാലും ഒപ്പിച്ചു. ഒറ്റ ദിവസം കൊണ്ട് പഠിക്കുമ്പോൾ നമുക്കൊരു നല്ലതായിട്ടുള്ള ഒരു കാണത്തില്ലേ. എന്നാലും എല്ലാവരും നല്ല പ്രോത്സാഹനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അങ്ങ് കളിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഡംസ്ട്രാക്സ് ഉണ്ടായിരുന്നു. ഡംസ്ട്രാക്സ് ഗെയിംസ് എല്ലാം കളിച്ചു. അതൊക്കെ നമ്മൾ സീനിയേഴ്സിൽ നിന്ന് കടമെടുത്തതാണ്. സീനിയേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വിചാരിക്കും ഇതൊക്കെ നമ്മൾ കൊടുത്ത ഗെയിം അല്ലേ. അതിൽ നിന്ന് കടമെടുത്തിട്ടുള്ള കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു.
പറയാൻ വാക്കുകളില്ലാത്തത് പാർവതിയുടെ പാട്ടായിരുന്നു. അസൽ പാട്ടായിരുന്നു. പാർവതി ഒരു സകലകല വല്ലഭയാണ്, എന്നാലും അത് നന്നായിട്ട് പാട്ട് പാടും. പാർവതി നന്നായിട്ട് ഇത് കാണുന്നുണ്ടെങ്കിൽ പാർവതി വിചാരിക്കണം, പാർവതി ഒരു വെരി ടാലൻറ്റഡ് ഗേൾ. ടുബി സാർ പറയുന്നത് ഷീ ഈസ് വെരി ടാലൻറ്റഡ്. അപ്പോൾ നല്ല പാട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഗെയിംസ് തന്നെയാണ് ഇത് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ജയലക്ഷ്മിയുടെയും വിനീതയുടെയും ഒരു ബ്ലാസ് പെർഫോമൻസ് ആയിരുന്നു. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഒരു മനസ്സിനൊരു ഹാപ്പിനെസ് ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ തട്ടിക്കൂട്ടി ഇങ്ങനെ കളിച്ചു, ഞാൻ തട്ടിക്കൂട്ടി കളിച്ചു, ബാക്കിയുള്ളവർ നന്നായിട്ട് കളിച്ചു എന്നാണ് തോന്നുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഒരു ഫൺ ഗെയിം, ഇതൊക്കെ സീനിയേഴ്സ് വന്നത് കേട്ടോ. സീനിയേഴ്സ് വന്ന സെയിം ഗെയിം നമുക്ക് പെട്ടെന്ന് ഒറ്റ ദിവസത്തിൽ പരിപാടി നടത്തുമ്പം പെട്ടെന്ന് കളിച്ചെടുക്കാൻ പറ്റിയില്ല. കുറേയൊക്കെ നമ്മൾ വിട്ടു, കുറേയൊക്കെ അവരിൽ നിന്ന് കട കൊടുത്തു. ഈ ഗെയിം ഞങ്ങളാണ് ആക്ച്വലി വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സീനിയേഴ്സ് നമുക്ക് ഗെയിം തന്നപ്പോൾ എൻ്റെ ടീമായിരുന്നു ജയിച്ചിട്ടുണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നു, വിനീത ഉണ്ടായിരുന്നു, ബാക്കി ആരുണ്ടായിരുന്നു ഓർമ്മയില്ല കേട്ടോ. ഫൺ ആൻഡ് ഒക്കെ കഴിഞ്ഞ ഒരു ഫോട്ടോ സെക്ഷനും കഴിഞ്ഞ് അവരുടെ ഫീഡ്ബാക്കൊക്കെ നല്ല പോസിറ്റീവ് ഫീഡ്ബാക്കായിരുന്നു. അതൊക്കെ കേട്ടു നമ്മളങ്ങനെ പിരിഞ്ഞു. എല്ലാവരുമായിട്ടും ഹാപ്പി ആയിട്ട് സ്റ്റേ കണക്റ്റഡ് ആയിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.